ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിക്ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ക്രിക്കറ്റ് സംബന്ധിയായിട്ടുള്ള വാർത്തകളും അപ്ഡേഷൻസൊക്കെയാണല്ലോ നമ്മൾ നിരന്തരം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളും അപ്ഡേഷൻസൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയിക്കാറുണ്ട്. ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കാഴ്ച പരിമിതരായ ആളുകൾ അല്ലെങ്കിൽ പൂർണ്ണമായും കാഴ്ചയില്ലാത്ത ആളുകൾ എങ്ങനെയാണ് ക്രിക്കറ്റ് കളിക്കുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം കാഴ്ചയില്ലാത്ത ആളുകൾ എങ്ങനെയാണ് ക്രിക്കറ്റ് കളിക്കുക, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ബാറ്റ് ചെയ്യാൻ സാധിക്കും, ബോൾ ചെയ്യാൻ സാധിക്കും, അതെങ്ങനെ പോസിബിൾ ആവും? കാരണം നമ്മൾ സാധാരണ ആളുകളെല്ലാം തന്നെ കണ്ട് ആണ് ക്രിക്കറ്റ് കളിക്കുന്നത് അധികം, അല്ലേ? അപ്പോൾ ഇതെങ്ങനെ സാധിക്കുന്നു എന്നത് എല്ലാവർക്കും ആകാംക്ഷയുള്ള കാര്യമായിരിക്കും. അപ്പം എങ്ങനെയാണ് കാഴ്ച പരിമിതരായ ആളുകൾ ക്രിക്കറ്റ് കളിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ആദ്യം തന്നെ ശബ്ദമാണ് ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഒരു കട്ടിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ ബോൾ നിർമ്മിച്ചിട്ടുള്ളത്. ആ ബോൾ കിലുങ്ങുന്ന ടൈപ്പ് ബോളാണ്. ആ ബോൾ നമ്മൾ തറയിലൂടെ ഉരുട്ടി വിട്ടിട്ടാണ്, സ്പീഡിൽ ഉരുട്ടി വിട്ടിട്ടാണ് ഇത് ബോൾ ചെയ്യുന്നത്. അങ്ങനെ ബോൾ ചെയ്യുന്ന സമയത്ത് ബാറ്റ്സ്മാൻ അത് അടിച്ചകറ്റുകയും ഇതിൻ്റെ ശബ്ദം കേട്ടിട്ട് ആൾക്കാർക്ക് ഫീൽഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. മാത്രമല്ല ഇതിനകത്ത് 3 കാറ്റഗറി ആയിട്ട് പ്ലെയേഴ്സിനെ തിരിക്കുന്നുണ്ട്. അതായത് B1, B2, B3. B1 കാറ്റഗറി 4 പേരാണ്. അത് പൂർണ്ണമായിട്ടും കാഴ്ചയില്ലാത്ത ആളുകളായിരിക്കും, പ്ലെയേഴ്സാണ്. അവർ ബ്ലൈൻഡ് ഫോൾഡ്, അതായത് കണ്ണ് കെട്ടുകയും ചെയ്യണം. അതായത് 100% അവർക്ക് കാണാൻ സാധിക്കാത്ത രീതിയിൽ, കാഴ്ച ലഭ്യമല്ലാത്ത രീതിയിൽ തന്നെയാണ് കളിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി B2 കാറ്റഗറിയാണ്. B2 കാറ്റഗറി എന്ന് പറഞ്ഞത് അല്പം കാഴ്ചയുള്ള ആളുകളാണ്. അത്തരത്തിൽ 3 പ്ലെയേഴ്സാണ് ടീമിലുള്ളത്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി B3 കാറ്റഗറിയാണ്. B3 കാറ്റഗറിയിൽ 4 ആളുകളുണ്ട്. അവരൊരു 40% കാഴ്ച പരിമിതിയുള്ള ആളുകളായിരിക്കും. അവർക്ക് അത്യാവശ്യം കാണാൻ സാധിക്കും. അങ്ങനെയുള്ള 4 പേരും ഇതിനകത്തുണ്ട്. അങ്ങനെ 4, 3, 4 എന്ന അനുപാതത്തിൽ 11 പ്ലെയേഴ്സാണ് ഒരു ടീമിലുണ്ടാവുക. സാധാരണ ക്രിക്കറ്റ് പോലെ തന്നെ 11 പ്ലെയേഴ്സാണ് ഒരു ടീമിലുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഈ B1 ബോളേഴ്സ് കണ്ണ് കെട്ടിയിട്ടാണ് കളിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർക്ക് മെയിനായിട്ട് ശബ്ദം, ഈ ബോൾ കിലുക്കമുള്ള ബോളായതുകൊണ്ട് ബോൾ വരുന്നത് എങ്ങനെയാണ്, സൗണ്ട് കേട്ടിട്ടാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യും. അവർ ബാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫീൽഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത്. ബോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം ബോളർ ബാറ്റ്സ്മാൻ റെഡി എന്ന് ചോദിക്കുന്ന സമയത്ത് ബാറ്റ്സ്മാൻ റെഡി ആണെങ്കിൽ റെഡി അല്ലെങ്കിൽ യെസ് എന്ന് പറയുന്ന സമയത്ത് ബോളർ പ്ലേ എന്ന് പറഞ്ഞിട്ടാണ് ബോൾ കയ്യിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം ഈ ബാറ്റ്സ്മാൻ്റെ പൊസിഷൻ എവിടെയാണെന്നും അതുപോലെ തന്നെ കീപ്പർ ഗൈഡൻസ് കൊടുക്കും. അതനുസരിച്ചാണ് ഈ ബോളർക്ക്, അതായത് B1 കാറ്റഗറിയിൽ പെടുന്ന ഒരു ബോളറാണ് ബോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റ് ബാറ്റ്സ്മാൻ എവിടെയാണ്, സ്റ്റംപ് എവിടെയാണെന്നുള്ളത് കൃത്യ ഒരു ഡയറക്ഷൻ കിട്ടുകയും അങ്ങനെയാണ് ബോൾ ചെയ്യുന്നത്. അപ്പം ഈ ബാറ്റ്സ്മാൻ റെഡിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബാറ്റ്സ്മാൻ റെഡി എന്ന് ചോദിക്കുന്നു. ബാറ്റ്സ്മാൻ ഓക്കെ ആണെങ്കിൽ യെസ് എന്ന് പറയുന്നു. ബോളർ പ്ലേ എന്ന് പറഞ്ഞിട്ട് ബോൾ ചെയ്യുന്നു. അന്നേരം ബാറ്റ്സ്മാനും ബോളർക്കും ഒരുപോലെ ടൈമിങ് കിട്ടുകയും ഇത് കൃത്യമായിട്ട് സ്റ്റമ്പിലേക്ക് ബോൾ എത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് ബോൾ എത്തിക്കാനായിട്ട് ബോളർക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഈ ശബ്ദം കേട്ടിട്ട് ബാറ്റ്സ്മാനെ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പം B2 കാറ്റഗറി, B3 കാറ്റഗറി ആണെങ്കിൽ അവർക്ക് കണ്ടുകൊണ്ട് ബോൾ ബാറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ B1 കാറ്റഗറിയിലുള്ള ആളുകൾക്ക് കുറച്ചും കൂടി ആനുകൂല്യങ്ങളുണ്ട്. അതായത് സാധാരണ നമുക്കറിയാം ഒരു റൺ എടുത്തു കഴിഞ്ഞാൽ 1 എന്നുള്ളതാണ്. ഇവിടെ B2ക്കും B3ക്കും ഈ 1 റൺ തന്നെ ലഭിക്കുന്നത്. B1 കാറ്റഗറിയിലുള്ള ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള കാറ്റഗറിയിലുള്ളവർക്ക് 1 റൺ എടുത്തു കഴിഞ്ഞാൽ അത് ഡബിളായിട്ട് 2 റണ്ണായിട്ട് കൂട്ടും. ഉദാഹരണത്തിന് ഇപ്പോൾ B1 കാറ്റഗറിയിലുള്ള ഒരാൾ 6 അടിച്ചിട്ടുണ്ടെങ്കിൽ അത് 12 റണ്ണായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡബിൾ സിസ്റ്റമാണ്, ഡബിൾ റണ്ണിങ് സിസ്റ്റമാണ് B1 കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഫോളോ ചെയ്യുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഇപ്പം ഈ കേരളത്തിൻ്റെ ടീം അതിശക്തമായ ടീമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ടീമുണ്ട്. കേരളത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീം ഇപ്പം സജീവമായിട്ടുണ്ട്. ഈ 9-ാം തീയതി മുതൽ നാഗേഷ് ട്രോഫി എന്ന് പറഞ്ഞ ഒരു നാഷണൽ തരത്തിൽ ബ്ലൈൻഡ് ക്രിക്കറ്റിൻ്റെ നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു ടൂർണമെൻറ്റാണ്. ആ ടൂർണമെൻറ്റിൽ നാഗേഷ് ട്രോഫി എന്ന് പറഞ്ഞ ടൂർണമെൻറ്റിൽ ഇന്നിപ്പോൾ കേരളം സൂപ്പർ 8 റൗണ്ടിൽ കടന്നിട്ടുണ്ട്. അപ്പം 9-ാം തീയതി മുതൽ നടക്കുന്ന മത്സരങ്ങളിൽ കേരളം ഡൽഹി ആയിട്ടും അതുപോലെ തന്നെ ഒഡീഷ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളായിട്ട് മാറ്റിവെക്കുന്നുണ്ട്. അപ്പം വളരെ മികച്ച ഒരു പ്രകടനമാണ് കേരള ടീം ഇപ്പം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ടീമിൻ്റെ ക്യാപ്റ്റൻ അർജുനാണ്. അതുപോലെ തന്നെ കേരള ടീമിൻ്റെ കോച്ച് എന്ന് പറയുന്ന അജേഷ് എന്ന് പറഞ്ഞ ഒരു മുൻ ക്രിക്കറ്റ് പ്ലെയർ തന്നെയാണ്. അപ്പം അവരൊക്കെ ഇന്ത്യക്ക് വേണ്ടി നാഷണൽ ക്രിക്കറ്റ് ടീം ബ്ലൈൻഡ് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള പ്ലെയേഴ്സാണ്. അപ്പം ഇങ്ങനെയാണ് ക്രിക്കറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ വുമൻസിനും ഇതിൻ്റെ ഒരു ടീമുണ്ട്. കേരളത്തിനുണ്ട്, ഇന്ത്യക്കുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന ടൂർണമെൻറ്റിൽ
ഇന്ത്യയാണ് ചാമ്പ്യനായത്. ശ്രീലങ്ക വെച്ച് നടന്ന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ചാമ്പ്യനായിരുന്നു. അതുപോലെ തന്നെ നേപ്പാളിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ചാമ്പ്യനായിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ ഈ ബ്ലൈൻഡ് ക്രിക്കറ്റ് വന്നതോടുകൂടി ഒരുപാട് ഗുണങ്ങളാണ് ബ്ലൈൻഡ് പ്ലെയേഴ്സിന് പ്രത്യേകിച്ചുണ്ട്. നമുക്കറിയാം ഫിസിക്കലായിട്ട് ഇപ്പം നമുക്ക് മെൻ്റലി നമുക്ക് ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഫിസിക്കലി ഒരു ഹെൽത്ത്നെസ് ഉണ്ടാവണമെങ്കിൽ ഇത്തരത്തിലുള്ള കായിക ആക്ടിവിറ്റീസിൽ ഇടപെടേണ്ടതുണ്ട്. അപ്പോൾ ബ്ലൈൻഡ് ക്രിക്കറ്റ് വന്നതോട് കൂടിയിട്ട് നമുക്ക് ഫിസിക്കലായിട്ട് ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് കൃത്യം പറയാൻ സാധിക്കും, ഞാനും അതുപോലെ ഞങ്ങൾ ഈ ചാനൽ നടത്തുന്ന എൻ്റെ സുഹൃത്ത് സുധീഷും ഒക്കെ തന്നെ ഈ ബ്ലൈൻഡ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഇത് പറയാൻ സാധിക്കും. നമുക്കിപ്പം ഒരു വസ്തുവിൻ്റെ സൗണ്ട് ലോക്കലൈസേഷൻ എന്ന് പറയുക, ഒരു വസ്തുവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് കൃത്യമായിട്ട് അത് ടാർഗറ്റ് ചെയ്യാനും ലൊക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മസിൽസിൻ്റെ ഡെവലപ്മെൻ്റ് ആയാലും ഒരു ഏകാഗ്രതയായാലും അതുപോലെ തന്നെ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തന്നെ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനായിട്ട് ഈ ഇത്തരം ക്രിക്കറ്റുകളൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഇപ്പം നമുക്ക് CABK എന്ന് പറഞ്ഞൊരു കേരളത്തിൻ്റെ തന്നെ ഒരു അസോസിയേഷനുണ്ട്. അപ്പോൾ ആ അസോസിയേഷൻ്റെ പ്രവർത്തനത്തിലാണ് ഇപ്പം ടീമുകളൊക്കെ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് നാൾ മുന്നേ വരെ ഓരോ ജില്ലയുടെ അണ്ടറിൽ ടീമുകളുണ്ടായിരുന്നു. അത് പിന്നീട് അത് CABKയുടെ അണ്ടറിൽ തന്നെയായി. വീണ്ടും അത് ജില്ലകളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പുതിയ പ്ലെയേഴ്സ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരികയും വളരെ മികച്ച രീതിയിൽ അവർ ക്രിക്കറ്റ് കളിച്ച് മുന്നേറുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യക്ക് വേണ്ടി കളിച്ച പല പ്ലെയേഴ്സിനും ഇന്ന് സർക്കാർ തലത്തിൽ ജോലി ലഭിക്കാനും ഈ ഒരു ഈ ഒരു സ്പോർട്സ് ഐറ്റം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ സാധാരണ ഒരു ക്രിക്കറ്റിൻ്റെ ഒരു ആവേശം ഇതെല്ലാം ഇതിലും പ്രകടമാണ്. ബാറ്റും അതുപോലെ തന്നെ മറ്റ് സേഫ്റ്റി മെഷർമെൻറ്റ്സും സേഫ്റ്റി ഒക്യുപ്പൻസും എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ്സിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇത് കളിക്കുന്നത്. അപ്പം വലിയ വലിയ ഗ്രൗണ്ടുകളിൽ നമുക്കറിയാം, ഇപ്പോൾ കാര്യവട്ടത്ത് ടൂർണമെൻറ്റ് സ്റ്റേഡിയത്തിൽ ഇവിടെ മാച്ച് നടക്കാറുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഗ്രൗണ്ടുകളിലൊക്കെ തന്നെ ഇതിൻ്റെ മാച്ച് നടക്കാറുണ്ട്. അപ്പം സാധാരണ ആളുകളിലേക്ക് ഈ വിഷ്വൽ ഇമ്പയർമെൻ്റ് ആയിട്ടുള്ള ആളുകളുടെ ക്രിക്കറ്റും കൂടി അവരുടെ അവയർനെസ് എന്ന നിലയിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ശ്രമം. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ക്രിക്കറ്റായിട്ട് ബന്ധപ്പെട്ട ഒട്ടനേകം വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ടൂർണമെൻറ്റുകൾ മത്സരങ്ങളും എൻ്റെ അപ്ഡേഷൻസും ഗ്രൂപ്പിൽ ലഭ്യമാകും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ ഫോളോ ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരം മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക.